Hi friends, welcome back to the channel. Now, I am tea time snack. This recipe is simple. We will use short ingredients. We will 4 ingredients. 4 ingredients are tasty snack. If you try it, you try it in the comments in the comment section. If you like this video, like share it, channel subscribe and the bell icon enable upload videos and notifications. This video and then try it, try it, definitely video. Now, we will make a snack. We will make a pie. We will make പിന്നെ നമുക്ക് നമ്മുടെ നാളികേരവും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴം പുഴുങ്ങാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഒന്ന് പുഴുങ്ങി വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ തേങ്ങ, അണ്ടിപ്പരിപ്പ് ആ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. അതിന് സാരമില്ല, നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അഡീഷണൽ ചേർത്ത് കൊടുക്കും. നമുക്ക് തേങ്ങ നമ്മളിട്ടു. അപ്പോൾ തേങ്ങ ജസ്റ്റ് നെയ്യിലൊന്ന് വഴറ്റി ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് കുറവെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, നമ്മുടെ ഉണക്കമുന്തിരി ഒന്ന് ചേർത്ത് നെയ്യിലൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നേരത്തെ പുഴുങ്ങാൻ വെച്ചിരുന്ന പഴം നമുക്ക് നോക്കണം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് തുറന്ന് നോക്കിയാൽ നമ്മുടെ പഴം നല്ല വെന്ത് നല്ല തോലൊക്കെ ഇങ്ങനെ പൊട്ടൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ വെടിച്ച് വരുമ്പോഴത്തേനും നമ്മുടെ പഴം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയും നമ്മുടെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് എല്ലാം നല്ല രീതിയിൽ നെയ്യിൽ കിടന്ന് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. ഒരുപാട് മുരിഞ്ഞ് നമ്മൾ തീയലിനൊക്കെ വറുത്തരയ്ക്കുന്ന പോലെ അതങ്ങനെ വേണ്ട. ജസ്റ്റ് ഇങ്ങനെ ബ്രൗൺ കളറിൽ വന്നാൽ മതി. അപ്പോൾ നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 6-7 സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്തിരി ഷുഗർ നന്നായി കൂടി ഇരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഷുഗർ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. മിക്സിയിൽ ചതയ്ക്കേണ്ട. നമുക്ക് ഇതുപോലെ കല്ലുണ്ടെങ്കിൽ കല്ല് വെച്ച് ഇടിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ നമ്മുടെ ഉരലുണ്ടെങ്കിൽ ഉരലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലോ ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തിട്ട് നമുക്കിതിനകത്തിട്ട് നമ്മൾ ഷുഗർ ഇട്ടു, നമ്മുടെ ഏലക്ക ചതച്ചതിട്ടു. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ അകത്ത് വെക്കുന്ന ഫില്ലിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പുഴുങ്ങി വെച്ചേക്കുന്ന പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തോലെടുക്കുമ്പോൾ നമ്മളിങ്ങനെ പഴം ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. ചൂടുണ്ടാവും. നമ്മൾ കൈ ഇട്ടരുത്. കൈ ഇട്ടാൽ കൈയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക.
കണ്ടോ, നമ്മളിതിനെ ഇതേപോലെ പേസ്റ്റ് ആക്കി വെക്കുക. നമ്മൾ കഴിഞ്ഞൊരു എന്താ പറയുക ചിക്കൻ ഫോൾഡിനകത്ത് ചെയ്ത ബ്രെഡ് ക്രംസ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് വേണമെന്നില്ല. ഇപ്പം ഞാൻ ബ്രെഡ് ക്രംസ് ഉള്ളത് കൊണ്ട് ഒരിച്ചിരി ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കും. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കുറച്ച് ബ്രെഡ് ക്രംസ് ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ചെറിയൊരു പുറത്തുള്ള കോട്ടിങ്ങിന് ചെറിയൊരു ക്രിസ്പിനെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളല്ലാതെ ചെയ്യുമ്പോഴത്തേനും എന്താ നമുക്ക് ഇങ്ങനെ മാവായിട്ട് വരത്തില്ല. അപ്പോൾ ലേശം മൈദ മാവും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. വളരെ കുറച്ച് മതി. നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു മാവിൻ്റെ അപ്പോൾ നമ്മൾ ഇത്രയും മാവ് ചേർത്ത് കൊടുത്താൽ മതി. വളരെ കുറച്ച്, ഒരു 1/4 കപ്പ് മാവ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴേ നമുക്ക് നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പഴം മാത്രം ആകുമ്പോഴത്തേനും അത് ശരിയായി വരത്തില്ല. അപ്പോൾ നമ്മുടെ പഴം പുഴുങ്ങി സംഭവം റെഡി ആയിട്ടുണ്ട്. ലേശം മൈദ ചേർത്ത് കൊടുക്കുക, നന്നായിരിക്കും. നമ്മുടെ ഫില്ലിങ് നിറച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഷീറ്റ് എടുക്കുക. അത് നമ്മളെന്തെങ്കിലും കവറോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതേപോലെ നമ്മുടെ പഴം പുഴുങ്ങിയതൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫില്ലിങ് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ കൈകൊണ്ട് ചെയ്യാൻ പ്രാക്ടീസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ഈസി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ഈ ഷീറ്റിന് 2 സൈഡും പിടിച്ചത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടും. മറ്റേ കൈ കൊണ്ടാകുമ്പോഴത്തേനും ഇച്ചിരി പാടാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കവർ പിടിച്ച് 2 സൈഡിലും ആക്കുമ്പോഴത്തേനും അതിങ്ങനെ ഫില്ലിങ്ങിനകത്ത് ഇങ്ങനെ നമുക്ക് അകത്ത് വെക്കാൻ പറ്റും. അതിൽ ബാക്കി എഡ്ജൊക്കെ നമുക്ക് ആ കവർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി. നമ്മൾ കയ്യിലൊന്നും ആകത്തില്ല, കണ്ടോ. അത് കുറച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കവർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും ഡെക്കറേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഇച്ചിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നമ്മളതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ നമുക്ക് ചെയ്ത് നമുക്കെടുക്കാം. കണ്ടോ, നമ്മളിതേപോലെ ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാനിൽ നമുക്കിനി ഒരു പാനിലേക്ക് നമുക്ക് നെയ്യ് ചൂടാക്കി എടുക്കണം. കണ്ടോ, നമുക്കൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് അടുത്തത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും നമ്മുടെ പഴം നിറച്ചത് നമുക്ക് നെയ്യിലിട്ടൊന്ന് മുരിച്ചെടുക്കണം. വളരെ എളുപ്പമാണ്. നമുക്ക് 2 സൈഡ് മാത്രം മുരിച്ച് ഓവർ കുക്ക്ഡ് ആകേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓൾറെഡി എല്ലാം കുക്ക്ഡാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രൗൺ കളർ ആക്കിയെടുത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. എന്നാലും നമ്മൾ നെയ്യിലൊന്നും എടുത്ത് മുരിച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു ആക്ച്വൽ സ്ട്രക്ചർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിലൊന്ന് മുരിച്ചെടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്ടെന്ന് അടി പിടിക്കുന്ന നെയ്യ് ആയതുകൊണ്ട് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു സൈഡ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേ സെയിം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി 3 എണ്ണയൊന്ന് അതിൻ്റെ നെയ്യൊന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചോടെ നമ്മൾ നെയ്യൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം. നെയ്യോടെ എടുക്കുമ്പോഴത്തേനും ആ നെയ്യുടെ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ നെയ്യ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചോളൂ. എല്ലാം നെയ്യെല്ലാം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമുക്ക് പോയി കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം പെട്ടെന്നൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം.